500 രൂപ ജിപേ ചെയ്യാൻ ആരെങ്കിലും വിളിക്കാനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആരെ വിളിക്കുന്നേ? ഞാൻ ആരെ അതിഥിയെ വിളിക്കും. ആ ഞാനും അതിഥിയെ വിളിച്ചോട്ടെ? അത് പറ്റില്ല, അത് പറ്റില്ല. 3 പേര് 3 സൈഡിൽ നിന്ന് അതിഥി വിളിച്ച് 500 രൂപ ചോദിക്കണം. അവിടെ 1500 രൂപ ഉണ്ടോ എന്തോ. ഹലോ എടി കയ്യില് പൈസ ഉണ്ടോ? കയ്യില് പൈസ ഇരിപ്പുണ്ടോ? എത്ര വരെ ഉണ്ടാവും ചേച്ചിയുടെ കയ്യിൽ? ആ സിനിമയിൽ അഭിനയിക്കാത്തതിന്റെ പേരിൽ എന്നെ എവിടെ കണ്ടാ ഞാൻ പറയും. എന്നാലും എന്റെ സിനിമയിൽ അഭിനയിച്ച ഉണ്ണി എന്നെ എവിടെ കണ്ടാലും പറയും, വിഷ്ണുവിന് ആ പടത്തിൽ നീ അഭിനയിക്കാത്തോണ്ട് വളരെ വിഷമമാണ്, വിഷ്ണു കരഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഈ രണ്ടാമത്തെ പടം കഴിഞ്ഞാ ഓക്കെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതീക്ഷിക്കാതെ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമോ? ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ടാ പെട്ടു. സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് എന്ത് പറയും? ഞാൻ പറഞ്ഞു പിന്നെ മെസ്സേജ് അയക്കുന്നല്ലേ, വിളിച്ചു പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് കുത്തി വെച്ചിരിക്കുക, വായിക്കാൻ പറ്റത്തില്ല. ആരും പറയോ സ്ക്രിപ്റ്റ് വയ്ക്കുമ്പോ അത് കുത്തി വെച്ചിരിക്കുക, വായിക്കാൻ പറ്റില്ല, തുന്നു വിട്ടിരിക്കുകയാണ്, ബൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കുഴപ്പമില്ല, പേപ്പർ ആയിരുന്നു തരുന്നില്ല, ചത്തം തരുന്നില്ല. നിങ്ങളുടെ ടാസ്ക് എടുത്തിട്ടുണ്ട്, എ ഡേ ഇൻ മൈ ലൈഫ് പറയണം. രാവിലെ എഴുതേക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എഴുതേക്കും, വല്ലതും കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. കുറച്ചൊക്കെ യൂട്യൂബിൽ സമയം ചെലവഴിക്കാറുണ്ട്. രാത്രി ആകുമ്പോൾ ഉറങ്ങും. സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? എന്താ കല്യാണം കഴിക്കാത്ത? എല്ലാരും ചോദിക്കുന്നതാണ്. നിഖിലോടും ചോദിക്കുന്നത് എന്താ കല്യാണം കഴിക്കാത്ത? സൗകര്യമില്ല എനിക്ക്. ബോയ് ഫ്രണ്ടിന് സുഖമാണോ? ബോയ് ഫ്രണ്ടിന് സുഖമായിരിക്കണം. ഇത് ഞാൻ തന്നെ പിന്നി. കൃഷ്ണേട്ടൻ ഇത്രയും പ്രശംസിക്കാറില്ല. പാടിയെന്ന് എനിക്കറിയാം. ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങനെ പോയി? ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് നമ്മുടെ വിവരം ഒന്നും പരീക്ഷിക്കാനുള്ളതൊന്നും അല്ല, ചുമ്മാ നമ്മൾ പരീക്ഷിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ഇന്റലക്ച്വൽ ആണ്. പറഞ്ഞാൽ ഓണമായി ബന്ധപ്പെട്ട ഒരു പുരാണമൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ അനുശ്രീയേച്ചിക്ക് കുറച്ചും കൂടി ഇല്ലേ? ഫോണിൽ ഓം നമജിയുടെ റിംഗ് ടൂൺ ഉണ്ടെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഓണം എന്ന് പറയുന്നത് മലയാളികൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഓണത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എപ്പോഴും ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നൊരു സമയമാണ്. അപ്പം ഇന്ന് ഈ ഒരു ഓണത്തിന് എന്താ പറയുക, കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞൊരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് ഒരുപാട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള 4 വ്യക്തികളാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഷോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. കഥ ഇന്ന് വരെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ ഇൻട്രോയും ഒക്കെ നമുക്ക് മായ്ച്ചു കളയാം. നമ്മൾ ഇന്നിവിടെ ഓണം സ്പെഷ്യലാണ്. അപ്പം ഒബ്വിയസ്ലി സെപ്റ്റംബർ 20-നാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പം സിനിമയുടെ ഒരുപാട് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓണം വിശേഷങ്ങളുമാണ് കൂടുതൽ പറയാൻ പോണത്. ഇൻ്റർവ്യൂ ഒന്നുമല്ല. ഞാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര താത്വിക അവലോകനങ്ങൾ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ വർത്താനം പറയുന്നു. ഓണവിശേഷം, സിനിമ വിശേഷം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങിക്കോളും. നമ്മൾ സിനിമ എന്താണ് സിനിമ? കഥ ഇന്ന് വരെ ആക്ച്വലി ഒരു പ്യുവർലി ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പം ഞാൻ മേപ്പടിയാന് ശേഷം ചെയ്യാൻ ആക്ച്വലി വേറൊരു സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ ഈ കഥയിൽ നിന്ന് വരെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അത് ചെയ്യണം, ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നുള്ള ഇഷ്ടം കൊണ്ട് ആണ് കഥയിൽ നിന്ന് വരെ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ എൻ്റെ കൂടുതൽ വിശേഷം ഇപ്പോൾ 20-ാം തീയതി റിലീസാണ്. പിന്നെ ഈ പറഞ്ഞ ബിജു മേനോനും, മേതിൽ ദേവിക, അനുശ്രീ, നിഖില, അനുമോഹൻ, ഹക്കീം ഇവരൊക്കെയാണ് കാസ്റ്റ് ഉള്ളത്. പിന്നെ സിദ്ദിഖ് ഉണ്ട്, രഞ്ജി പണിക്കറുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റുകളിൽ ഇപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ ഈ പ്രോഗ്രാമിലുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ എന്ത് പറയുന്നതാണ് എൻ്റെ മനസ്സിൽ. എല്ലാവർക്കും ടാസ്ക് ഉണ്ട് കേട്ടോ. സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ 10 വാക്കിൽ കഴിയേണ്ട നമ്മൾ ഉത്തരം 10 സെക്കൻഡ് പറയാനുള്ളത് പോലെ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ കഥാപരമായിട്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഇവരോട് ചോദിക്കും. ഇനി നിങ്ങൾ മുന്നിൽ ആദ്യം തുടങ്ങണം. നമുക്ക് നിഖില.
എല്ലാരും നിഖിലെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത്രയ്ക്ക് കഥയെ പറ്റി വ്യക്തമായ ധാരണയുണ്ടോ കുട്ടിക്ക്? ഞാൻ പറയാം, വിഷ്ണുവേട്ടൻ വേറൊരു സിനിമ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പൊ വിഷ്ണുവേട്ടൻ വിചാരിച്ചാണ് ഈ സിനിമ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത സിനിമയാണ് ഈ സിനിമയിലെ ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ. എന്റെ പേര് പറയാന്ന് പറഞ്ഞാൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ഉമാദാണ്. എനിക്ക് ഗെറ്റപ്പ് വൈസ് ഒക്കെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ട്രെയിലറൊക്കെ വരുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനങ്ങനെ മലയാളത്തിലും അങ്ങനെ ഒരു അത്രയും അങ്ങനത്തെ ഒരു ലുക്ക് ചേഞ്ചിലൊന്നുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അനുചേട്ടൻ പറയും. വ്യത്യസ്തമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സിനിമയെ പറ്റി. സിനിമ ഈ പറയുന്ന പോലെ ഒരു പ്രണയ സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യാത്തൊരു ജോണർ. ഞാൻ കൂടുതലും ഈ ത്രില്ലർ ഡാർക്ക് സബ്ജക്റ്റുകളാണ് ഞാൻ സെലക്ട് ചെയ്തതല്ല, ചെയ്തതിൽ കൂടുതലും അതാണ്. അപ്പം അതിനകത്തൊരു റൊമാൻറ്റിക് സിനിമ ഞാൻ വളരെ അപൂർവമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ് കഥയെന്ന് വരെ. പിന്നെ വലിയ സന്തോഷമാണ്, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ബീച്ചാൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. അനുശ്രീ ഞാനും ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ്. ഇവളുടെ കൂടെ ആദ്യം അഭിനയിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ വിഷ്ണുവിനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഈ പറയുന്ന പോലെ ഓരോ ഇമോഷൻ അനുസരിച്ചിട്ട് ഈ 4 റൈൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഏജിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രണയങ്ങൾ ഉള്ള സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അനുശ്രീയുടെ ഊഴാണ്. ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു റൊമാൻറ്റിക് കിടിലെ ഹിറ്റിന് ശേഷം ഇങ്ങനെ നിൽക്കുകയാണ്. അതെ 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 അതിനുശേഷം വീണ്ടും ബീച്ചേട്ടൻ്റെ കൂടെ തലവൻ കഴിഞ്ഞിട്ട് മുന്നേ ഞാനും ബീച്ചേട്ടനും ആനക്കള്ളൻ എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു 3ാമത്തെ പടമാണ്. പിന്നെ അനു പറഞ്ഞതുപോലെ ഞങ്ങളുടെ 2ാമത്തെ ചിത്രമാണ്. നമ്മൾ മൂവി അഭിനയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എല്ലായിടത്തും ഞങ്ങൾ മിക്കവാറും ഫംഗ്ഷൻസിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ ഫംഗ്ഷൻ മേറ്റ്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് മൂവീസിൽ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ഫാമിലി ഓറിയൻറ്റഡ് സംഭവങ്ങളായിരിക്കും എന്നെ തേടി വരുന്നത്. പൊതുവെ പ്രണയമൊക്കെ എൻ്റെ മുഖത്ത് വരുമോ എന്നുള്ളത് എനിക്ക് തന്നെ കുറച്ച് ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജോണറിൽ ഒരു മൂവി ചെയ്യുന്നത്. നസീമ എന്നാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇത്രയും കാസ്റ്റ് ഉള്ള ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളൊരു മൂവിയിലേക്ക് വിളിക്കുമ്പോൾ ഓക്കെ വേറെ ആരൊക്കെയാണ് ചെയ്യുന്നതെന്നായിരിക്കും നമ്മളെപ്പോഴും കൂടുതൽ ചോദിക്കുക. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാസ്റ്റ് ഉള്ള മൂവിയാണ്. ഇവരെ കൂടാണ്ട് ഹക്കീം സിദ്ദിഖൊക്കെ ആണെങ്കിലും രഞ്ജി സാർ ആണെങ്കിലും ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതൊരു വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓണം റിലീസ് ആക്കിയതിൻ്റെ ഒരു റീസൺ എന്താ? നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണോ ഓണം? അതായത് അല്ല, പടം ഷൂട്ട് അതെ ഞങ്ങൾ പ്ലാൻ ആയിരുന്നു. വളരെയധികം ഏകദേശം കുറച്ചധികം നാളെ പ്ലാൻ ചെയ്യണം. ഞങ്ങൾ ഷൂട്ട് ഇപ്പം ആക്ച്വലി 2-3 ഷെഡ്യൂളായിട്ടാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ കല്യാണമൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ഞങ്ങൾ ഗ്യാപ്പ് എടുത്ത് അങ്ങനെയൊക്കെ ആ വഴിക്ക് പോയതാ കല്യാണം. അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് കോവിഡ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല കല്യാണം. അത് 1-2 കാര്യമുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ക്യാമറാമാനും എൻ്റെ ഒരു പ്രൊഡ്യൂസറായിട്ടുള്ള ആൾ ജോമോണ്ടി ജോണാണ്. അപ്പോൾ പുള്ളി വേറെ സിനിമകൾ പുറത്ത് തമിഴ് പടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെയും കൂടെ ടൈം നോക്കിയാണ് നമ്മൾ, അതുകൊണ്ടാണ് ഷെഡ്യൂളായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം കുറച്ച് ഡിലേ ആയി. പിന്നെ അതിന് ശേഷം റിലീസ് ഇപ്പം നമ്മൾ കുറച്ച് ഓണം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു പ്യൂർലി ഫാമിലി സെഗ്മെൻറ്റിലേക്ക് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ലവ് സ്റ്റോറി അങ്ങനെ തന്നെ. പിന്നെ കുറേ നാളായിട്ട് നമ്മളിപ്പം പല സിനിമകൾ പല ജോണർ ലവ് സ്റ്റോറി തന്നെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഡെപ്തുള്ള സ്റ്റോറി ഒക്കെ പറയുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കാലം നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു മാസം ഫുൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് മുമ്പോ ഓണത്തിന് ശേഷമൊക്കെ ആണെങ്കിലും ഇറക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മളങ്ങനെ എത്തിയത്. പിന്നെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്ന മേതിൽ ദേവിക, പുള്ളിക്കാരി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ പ്രൊജക്റ്റായിട്ട് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് പുള്ളിക്കാരി ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരോട് എനിക്ക് മറ്റേ റിവെഞ്ച് ഇതാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ അന്ന് പുതിയ ഡയറക്ടർ ആയതുകൊണ്ട്
എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വരാനിരുന്ന ആൾക്കാരൊക്കെ ആരാ പറഞ്ഞ അങ്ങനെയാണ് എനിക്ക് പലതും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും അങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ അത് ഡേറ്റിന് ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് വരുന്നു. അപ്പൊ എന്നോട് സ്ക്രിപ്റ്റ് കുത്തി വെച്ചിട്ടിരിക്കാൻ തരാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കുത്തി വരച്ചതല്ല സ്ക്രിപ്റ്റ്. അപ്പൊ കൊറേ കാലമായിട്ടുള്ള ഫ്രണ്ട്സ് ആണോ നിങ്ങൾ എല്ലാവരും? അനു ഞാൻ സിനിമ വരുന്നതിന് മുമ്പോട്ടെ അനുശ്രീ ഞങ്ങൾ അടുപ്പമുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങളായിട്ട് ഞാൻ മേപ്പടി ഞാൻ ചെയ്യുന്നതിന് മുമ്പോട്ട് അറിയാം. അനുവിന് അറിയാം. അനു ആക്ച്വലി നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്തപ്പോഴാണ് അങ്ങനെ കൂടുതൽ പരിചയമാകുന്നത്. ഇവർ രണ്ടുപേരായിട്ട് കുറച്ച് നേരത്തെ നമ്മളിപ്പോൾ ഉണ്ട്. പക്ഷെ അത് പറയുമ്പോൾ പറയണം, മേപ്പടിയാൻ്റെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വിളിച്ചിരുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളടുത്ത് കഥ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചു. കാരണം വെച്ചാൽ അന്ന് അനുശ്രീ തിയേറ്ററിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതാണ് സ്നേഹം. അതെ, ഞാൻ കണ്ടിട്ടില്ല പോണത്. അല്ല ഞാൻ കണ്ടായിരുന്നു. വിഷ്ണു ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു തുടക്ക സമയത്താണ് വിഷ്ണു ചേട്ടൻ ഇതിന്റെ ആ ഒരു പ്രോസസ്സിൽ ഉള്ളപ്പോഴാണ് എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും ആ ക്യാരക്ടറിന് ശരിക്കും ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആ സമയത്ത് കുറെ ഇംപ്രൂവ്ഡ് ആയിട്ട് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പൊ ഞാൻ ക്രിയേറ്റീവ് ആയി സിനിമയ്ക്ക് അവാർഡും കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് വിഷമം വന്നോ? അയ്യോ എനിക്കല്ല അവാർഡ്, ഇവരെന്തിനാ വിഷമിക്കുന്നത്? അതല്ല, അപ്പൊ നിങ്ങൾക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവാർഡ് പക്ഷേ നമ്മളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ, അവരെ കൊണ്ടുപോകില്ല. ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം പിന്നീട് അതിൽ കുറെ ഞങ്ങളുടെ അടുത്ത് പറയാത്ത കുറെ സീൻസും സോങ്സും ഒക്കെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മേ ബി ആ കൊറോണ സമയത്ത് ക്രിയേറ്റിവിറ്റി ഉണർന്ന് കൂടുതൽ എഴുതി. ക്രിയേറ്റിവിറ്റി ഇല്ല, ലോക്ക്ഡൌണിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ 2 സീൻ കൂടുതൽ എഴുതിയൊക്കെ. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പം എന്തായിരുന്നു ഇവരുടെ റിയാക്ഷൻ? ആ സിനിമയിൽ അഭിനയിക്കാത്തതിന്റെ പേരിൽ തന്നെ എവിടെ കണ്ടാ ഞാൻ പറയും, എന്നാലും എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് അന്ന് കോവിഡ് ആയിരുന്നു. ഇപ്പൊ കല്യാണമായിട്ട് കൂടുതൽ എഴുതി ചേർക്കാൻ പറ്റും. ഉണ്ണി എന്നെ എവിടെ കണ്ടാലും പറയും, വിഷ്ണുവിന് ആ പടത്തിൽ നീ അഭിനയിക്കാത്തോണ്ട് വളരെ വിഷമാണ്, വിഷ്ണു കരഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഈ രണ്ടാമത്തെ പടം ഞാൻ ഓക്കെ ആദ്യത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതീക്ഷിക്കാതെ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമോ? ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ടാ പെട്ടു. സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് എന്ത് പറയും? ഞാൻ പറഞ്ഞു പിന്നെ മെസ്സേജ് അയക്കുന്നല്ലേ, വിളിച്ചു പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് കുത്തി വെച്ച് വെച്ചിരിക്കുക, വായിക്കാൻ പറ്റത്തില്ല. ആരും പറയോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അത് കുത്തി വെച്ചിരിക്കുക, വായിക്കാൻ പറ്റില്ല, തുന്നു വിട്ടിരിക്കുകയാണ്, ബൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കുഴപ്പമില്ല, പേപ്പർ ആയിരുന്നു തരുന്നില്ല, ചത്തം തരുന്നില്ല. അതെന്താ സ്ക്രിപ്റ്റ് എന്താ കൊടുക്കാൻ ഞാൻ ആദ്യം സിനിമയ്ക്ക്? അല്ല, സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ ഈ പറയുന്നത്രയൊന്നും ഇല്ലായിരുന്നു. കഥ പറയുമ്പോഴും ഇല്ല. കഥ പറയുമ്പോൾ ജീപ്പിൽ വന്നു പോന്നു. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ മുഴുവൻ കഥ കിട്ടി. നമ്മുടെ കഥയൊക്കെ കൊള്ളാം, ഇന്റെ ക്യാരക്ടർ എവിടെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അതിലും മുമ്പ് കേട്ട അരുവിന്റെ അവസ്ഥയപ്പോ ഞാൻ എല്ലാം കേട്ടിട്ട് ഞാൻ അല്ല ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടത്? കഥ കേട്ടിട്ട് നല്ല കഥയാ. വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. കുറെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നോട് പറയുമ്പോൾ ഞാനൊരു പ്രാവശ്യം GP വന്നു പോയി, പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ നോക്കി നിൽക്കുന്നു, ഇത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് സ്ക്രിപ്റ്റ് കുത്തിവെച്ചിരിക്കുക. കോവിഡിൽ ഇരുന്നാണ്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞല്ലോ, എന്നാ 2-3 സീനും കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ നമ്മുടെ പുതിയ പടത്തില് പഴയ പാട്ടുകൾ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടായി. അപ്പൊ എന്താ പറയാ, ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ നമ്മുടെ അഴകിയ ലൈലയാണ്, നമ്മുടെ നിഖില, എവിടെയാണെങ്കിലും ആ ഒരു ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പണ്ടത്തെ പാട്ടുകൾ സിനിമയിൽ വരുമ്പോ അത് നമ്മൾ പുതിയ സിനിമയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു എലമെന്റിലെ ഭംഗി എന്താണത്? ഇതിനകത്ത് ഒരു പഴയ പാട്ടുണ്ട്, മറ്റേ ദേവദാരു എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് ആക്ച്വലി ഈ സിനിമയുടെ കഥയുമായിട്ട് തന്നെ ആ പാട്ടിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ എൻ്റെ കൂട്ട് ഗതി ആർക്കും വരത്തില്ലെന്ന് പറഞ്ഞ പോലെ എൻ്റെ പടം കുറച്ച് നാൾ മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. അതിന് ശേഷമാണ് ഈ പാട്ടുകളൊക്കെ മറ്റു പടങ്ങളിൽ വന്നത്, പഴയ പാട്ടുകളൊക്കെ. അപ്പൊ ട്രെൻഡ് തുടങ്ങിയ ശേഷമാണ് എന്റെ പടം റിലീസ് ആയില്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് 1.5 വർഷം മുമ്പ് 2 വർഷത്തോളമായി നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പടത്തിൽ ഈ പാട്ടും ഈ നമ്മൾ കഥാപരമായിട്ട് തന്നെ ഇതിന് ബന്ധമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നീട് വേറെ സിനിമകൾ ഇറങ്ങിയപ്പോൾ അതിനകത്തൊക്കെ പഴയ പാട്ടുകൾ വന്ന് ട്രെൻഡായി. ഇനിയിപ്പോ നമ്മൾ കോപ്പിടിച്ചു പറയും. അതാണ് പ്രശ്നം. അവിടെ ശരിക്കും നമ്മളാണ് കൊണ്ടുവന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് കട്ട് ചെയ്തിട്ടത്. ഇത് മാത്രം മറ്റേ തംബ്നെയിൽ എന്നെ കോപ്പി അടിച്ചു എല്ലാവരും എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഓണം പരിപാടിയിലൂടെ ഇൻസ്പയർ അങ്ങനെ പറയാം. ഞാന് കുറച്ച് ഓണം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ,
ഭയങ്കര പേടിക്കണം. നല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് നമ്മുടെ വിവരം ഒന്നും പരീക്ഷിക്കാനുള്ളതൊന്നും അല്ല, ചുമ്മാ നമ്മൾ ചോദിക്കുന്നത് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ഇന്റലക്ച്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമായി ബന്ധപ്പെട്ട ഒരു പുരാണമൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ അനുസരിച്ചേക്ക് കുറച്ചും കൂടി ഒന്നും അറിയുന്നില്ല. ഇല്ലേ ഫോണിൽ ഓം നമജിയുടെ റിംഗ് ടൂൺ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇത് നമുക്കൊരു ജനറൽ ഇൻഫർമേഷൻ ആവാൻ വേണ്ടിയിട്ട് മാത്രം ചോദിക്കുകയാണ്. ആരാണ് വർഷത്തിൽ നമ്മളെ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം അറിയാവുന്നവർ പറയുക, പറയാത്തവർക്ക് നമ്മൾ ചെറിയൊരു ടാസ്ക് പോലെ ഇങ്ങനെ. എന്റെ ടാസ്ക് ആദ്യം പറ. അത് കുപ്പിയിലൂടെ കുപ്പിയിൽ വെള്ളം എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അത് കുലുക്കിയെടുത്താൽ മതി. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തരുമോ? ഞാൻ കുലുക്കിക്കാം. ഇവരാണ് പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, അപ്പൊ അവർക്കാണ് ടാസ്ക് കൊടുക്കുക. അങ്ങനെയൊന്നും ഇല്ല. അപ്പം 1, 2, 3, 4, 5, 6 ടാസ്കുകൾ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചോദ്യം 10 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയും എന്നുള്ള ഒരു തോന്നൽ. ഉത്തരം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നീ വിചാരിച്ചിരിക്കണം. അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. ചോദിക്കട്ടെ. അപ്പൊ ഉത്തരം അറിയാവുന്ന ഒരാളിന് കൈ നോക്കിയിട്ട് ഉത്തരം പറയണം. പൊക്കിക്കോണേ. അതായത് കൈ പൊക്കണം, എന്നാലും ഉത്തരം പറയാൻ ചാൻസ് കിട്ടുള്ളൂ. പൊക്കാത്തവർക്കാണ് നമ്മളത് കൊടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ റെഡി 1, 2, 3 സ്റ്റാർട്ട് ചോദിക്കാൻ പോവാണ്. മഹാബലിയുടെ ഒറിജിനൽ നെയിം എന്താണ്? വിഷ്ണു ചേട്ടാ എന്തിനാ എന്റെ നോക്കുന്നത്? ചരിത്രം പഠിച്ചിട്ടല്ലോ. തിരിച്ചു ചോദിക്കായിരുന്നു, മാവേലിയുടെ ഒറിജിനൽ അങ്ങനെയല്ല, മഹാബലി അതല്ലെങ്കിൽ നമ്മുടെ മാവേലിയുടെ ശരിക്കുള്ള പേരെന്താണ്? ചേട്ടാ ഹിസ്റ്ററിയാണ് പഠിച്ചേ? കൊമേഴ്സ് ആണ്. മഹാബലിയുടെ നാട്ടിലുള്ള ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അതൊക്കെ അറിയാം, പക്ഷെ ആ രാജാവിന്റെ പേര് നിഖിലേക്ക് അറിയോ? ക്ലൂ ഉണ്ടോ? ഈ വെച്ചിട്ടാണ് തുടങ്ങണത്. ഇന്ദ്രസേനാണോ? എന്റെ ഞാൻ പണ്ടെങ്ങനെ എനിക്ക് എന്റെ അടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ എന്റെ അടുത്ത് പറഞ്ഞു നിഖില പറയുമായിരിക്കും, കാരണം നിഖിലേക്ക് അത് അറിയാമെന്ന് എന്റെ അടുത്ത്. എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പണ്ടെവിടെ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, വായിച്ചതായിട്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ എറിഞ്ഞതാ. ടാസ്ക് ഞാൻ എടുക്കും. ഞാൻ ഇതെടുത്ത് വായിച്ചാൽ ഇത് നിങ്ങൾ 3 പേരും ഉത്തരം പറയാത്തവർ തോറ്റവർ പറയാൻ ഈ ടാസ്ക് ചെയ്യണം. എന്നെ ഒഴിവാക്കണം. നിങ്ങൾ അറേഞ്ച് ചെയ്ത പരിപാടിയല്ല, നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, എടുക്കട്ടെ. അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ടോ, ഞാൻ വായിക്കാൻ പോണേ. എന്താണ്? അയ്യോ, തുടക്കം തന്നെ ഇതാണോ? 500 രൂപ ജിപേ ചെയ്യാൻ ആരെങ്കിലും വിളിക്കാനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ചെയ്യുണ്ടോ? എന്നെ വേണം വിളിച്ചോ, ഞാൻ ഇപ്പൊ തന്നെ ജിപേ ചെയ്ത്. വിളിക്കുന്നൊന്നുമില്ല. അപ്പൊ വിളിക്കാം നമുക്ക്. എന്നാ ഞാനത് ചെയ്തോട്ടെ. ആരെ? കുണ്ടാമണ്ടി സാധനങ്ങൾ കൊടുത്താൽ വിളിക്കാൻ പാടില്ല, വേറെ ആരെങ്കിലും. എല്ലാരും വിളിക്കണം. എല്ലാരും വിളിക്കണം. എല്ലാരും വിളിക്കണം. 3 പേരും വിളിക്കണം. അല്ല, അങ്ങനെയല്ല. നിന്റെ ഫോണിലേക്ക് നിനക്ക് 500 രൂപ കിട്ടും. അത് നിനക്കാണ് 500 രൂപ ജിപേ? അല്ല, നമുക്ക് വിളിച്ചിട്ട് നിങ്ങളെ സുഹൃത്തുക്കളെ ആരെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഇപ്പൊ പറയണം, പക്ഷെ സ്പീക്കറിൽ ഇടേണ്ടി വരും. എനിക്ക് കിട്ടാഞ്ഞത് ഞാൻ വിളിച്ചിരുന്നു. എവിടെ എന്റെ ഫോൺ? അതിഥി വിഷ്ണുവിന്റെ മൊബൈൽ. എന്റെ മൊബൈലുണ്ട് ഇവിടെ. അപ്പൊ ആരാദ്യം വിളിക്കുന്നത്? അനുശ്രീ ചേച്ചിയാണോ? ആരെ വിളിക്കുന്നേ? ഞാൻ ആരെ? അതിഥിയെ വിളിക്കും. ഞാനും അതിഥി വിളിച്ചോട്ടെ? അത് പറ്റില്ല, അത് പറ്റില്ല. 3 പേര് 3 സൈഡിൽ നിന്ന് അതിഥി വിളിച്ച് 500 രൂപ ചോദിക്കണം. അവിടെ 1500 രൂപ ഉണ്ടോ എന്തോ. ഇപ്പൊ വിളിക്കണോ? വിളിക്കാം. വിളിച്ചോട്ടെ? വിളിക്കാം. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഫോണും കൊണ്ട് വരാൻ നിന്നോട് ആരാണോ പറഞ്ഞല്ലേ? സ്പീക്കർ ഇടണം. ഒരാള് ചെയ്താൽ സ്പീക്കർ ആണോ ചേച്ചി? ഒന്നും പറയണ്ട, 500 രൂപ ഇടാൻ പറഞ്ഞാൽ മതി. ഞാൻ പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ മതി. പ്രാങ്ക് പോലെ. കറക്റ്റ് നീകിലെ രക്ഷപ്പെട്ട്. എടുത്തില്ലെങ്കിൽ പ്രൊമോഷൻ ആണോ ഇനി? ഹണ്ടിന്റെ വല്ലോ നിങ്ങൾ കുട്ടികളെ എണീറ്റിട്ടില്ല. സൂപ്പർ സ്റ്റാർ ആദ്യത്തെ എണീറ്റിട്ടില്ല. എല്ലാം കഴിയുമ്പോ വിളിക്കും. എന്തു വടി വിളിച്ചേ? പിന്നെ എടുക്കാൻ വഴിയില്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ ആരായിരിക്കും? അടുത്ത 500 രൂപ ചോദിക്കാൻ. അങ്ങനെ ആർട്ടിസ്റ്റ് തന്നെ വേണമെന്നുണ്ടോ? ആണെങ്കിൽ നന്ന്, അല്ലെങ്കിലും കുഴപ്പമില്ല. പിങ്കി വിളിച്ച അതിഥി വിളിക്കുന്നു. മോളെ. ഹലോ.
എന്താടി എടി എടി കയ്യില് പൈസ ഉണ്ടോ? കയ്യില് പൈസ ഇരിപ്പുണ്ടോ? എത്ര ഉദ്ദേശിക്കുന്നത്? എത്ര വരെ ഉണ്ടാവും ചേച്ചിയുടെ കയ്യില്? എടി എടി അതല്ല, നിന്റെ ഗൂഗിൾ പേയിൽ ഒരു 500 രൂപ ഉണ്ടാ? അതുണ്ട്. അയ്യേ നോക്കേട്ടോ. അപ്പൊ ഒരു 500 എന്റെ നമ്പറിലോട്ട് ഒന്ന് ഇടുവോ? ആ ശരി. എനിക്കൂടെ 500 രൂപ ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു മെസ്സേജ് അയച്ച നീ ലക്ഷങ്ങൾ തരുന്നു പറയായിരുന്നു. ലെഫ്റ്റ് സൈഡില് വിഷ്ണു ചേട്ടന് ഒരു 500 രൂപ, റൈറ്റ് സൈഡില് നീലിക്ക് അനുവിന് ഒരു 500 ഞാൻ രൂപ. പക്ഷെ 5 രൂപ മാത്രമേ കൊടുക്കാറുള്ളൂ. ഓക്കെ ചക്കര, ശരി ശരി ആയിക്കോട്ടെ. ഓക്കെ ശരി. അപ്പൊ 500 കിട്ടിയില്ലെങ്കിൽ ഇനി അനുചേട്ടൻ വിളിച്ച ഇനി വേറെ ആരെ വിളിക്കുന്നേ? മെസ്സേജ് വെച്ച് ചന്തു നാഥ്. അവനമ്മ പൈസ തരില്ല. ഫോൺ എടുത്തോണ്ട് തെറി പറയുമെങ്കിൽ ആദ്യമേ വിളിച്ചപ്പോ ഒരു മെസ്സേജ് അയച്ചേക്ക്. അതായത് തുടങ്ങുന്നത് ഹലോ ആയിരിക്കും. ഹലോ എടാ ഞാൻ സ്പീക്കറിലിടാണ്. അടുത്ത കാലത്ത് ഗൂഗിൾ പേ എടുത്ത ഒരാളുണ്ട്, ഒരു 10 ദിവസത്തിനകത്ത്, ഉണ്ണി. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കാൻ പറ്റൂല. ഹാരിസൊക്കെ വിളിച്ചു ചോദിച്ചാലോ? വാഴയൊക്കെ ഹിറ്റ് അല്ലയാ, ഒരു മിനിറ്റ്, സ്പീക്കറിലാണ്. എവിടെ? എടാ ഒരു പ്രോഗ്രാം എന്ന് വിളിക്കാം, ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. അല്ലയാ, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യൂ. കണ്ടോ? എന്നാ 5000 ആണെങ്കിൽ 5000 പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യുടാ. വന്നോ രക്ഷപ്പെട്ടത്. അവിടെ 2 ഇനി വിഷ്ണുവേട്ടന്റെ വീടാണ്. ആരും കിട്ടുന്നില്ലല്ലോ. ഹാരിസ്ക്കെ വിളിക്കാം അല്ലേ? ആദ്യമേ പറഞ്ഞല്ലേ പുള്ളി വേറെന്തേലും പറഞ്ഞു തുടങ്ങും. അല്ല, ഞാന് ഇതാന്ന് നിഖിലെ പൈസ ചോദിച്ചോന്ന് ചോദിക്കും ആദ്യം. 500 രൂപ. ഇതിന്റെ കോ പ്രൊഡ്യൂസറാണ്. ഇപ്പൊ അവിടുന്ന് വാഴയുടെ ഗുരുവായൂരമ്പലം നടയിൽ 501 തന്നവൻ. ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, അതല്ല പ്രശ്നം. എടുക്കൂല. എന്ന് ചേട്ടൻ മീതിൽ ദേവിക ചേച്ചി ആകുമ്പോ രാവിലെ എണീറ്റ് കാണുമല്ലോ, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിട്ടല്ലേ? പ്രതീക്ഷിക്കാം. ദേവി ചേച്ചി വിചാരിക്കണ്ടാവും ഒരു പടത്തിൽ അഭിനയിച്ചു, അതോ ദാരിദ്ര്യം വേണം. പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിളിച്ച് 500 രൂപ. അത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ ഒക്കെ കിട്ടിയില്ലേ? ആർക്ക്? അല്ല, എല്ലാവർക്കും ദാരിദ്ര്യം. അല്ല, പ്രൊഡ്യൂസർ അങ്ങോട്ട് വിളിച്ച് 500 രൂപ ചോദിക്കണ ദാരിദ്ര്യം പടന്നാണല്ലോ. ഈ സമയത്തൊക്കെ വിളിക്കുമ്പോ അതേ വിചാരിക്കുള്ളൂ, പടം ഇറക്കാൻ കാശില്ല, 500 രൂപ. 1 eternity later അങ്ങനെ ഇടാൻ പറ്റും. സ്വിച്ച് ഓഫ് ചെയ്തത്. ഇതുണ്ട്. ഹലോ, 100 ആയിസാണ്. അതാണ്. അതെ വിളിക്കാൻ വന്ന കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിഖിലെ, അനുശ്രീ, അനുമോഹനും എല്ലാവരും ഉണ്ട്. അപ്പം ഞാനൊരു 500 രൂപ കടം ചോദിച്ചാൽ തരുമോ എന്ന് ഇവർക്കെല്ലാം ഡൗട്ട്. തരുമോ? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് സ്പീക്കർ ഇട്ടോട്ടെ. എനിക്കൊരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരും. ഇപ്പൊ ഞാൻ നല്ല സംസാരിക്കും. അല്ല, കാര്യം വെറുതെ ഒരു 500, ഇവർക്കൊരു സംശയം ഞാൻ 500 രൂപ ചോദിച്ചാൽ തരുമോന്ന്. അതാണ് ഞാൻ എന്നെ കുറിച്ച് കുറച്ച് നന്നായിട്ട് പറയൂ, പോസിറ്റീവായിട്ട്. ഇന്റർവ്യൂല ഇവർക്കൊക്കെ എന്നെ കുറിച്ച് ഞാൻ പോസിറ്റീവായിട്ട് പറയാം, പിന്നെ പറയാം. ഓക്കെ. 500 രൂപ തരുമല്ലോ ഞാൻ ചോദിച്ചാ ഗൂഗിൾ പേ? 500. ഈ ഇന്റർവ്യൂവിലെ ടാസ്കാ. എന്തൊക്കെ ചെയ്യണം ഒരു സിനിമ ഓടിക്കണമെങ്കിൽ. നിഖിലുണ്ട്, അനുശ്രീ ഉണ്ട്, അനുമോഹൻ ഉണ്ട്, വർഷയുണ്ട്. വർഷയുണ്ട്.
അപ്പൊ ചേച്ചിനെ വിളിച്ചില്ലായിരുന്നോ? അല്ല ഞാൻ വിചാരിച്ചേ ഒരു ബിഗ് ഹായ്. എല്ലാവർക്കും ഹായ് ഹായ്. ഹായ് ചേച്ചി. ഹായ്. ഹായ്. ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു? എല്ലാരും ഞങ്ങള് ഇന്റർവ്യൂസിൽ പോയിക്കൊണ്ടിരിക്കണു. അടുത്ത ദിവസം മുതലുള്ള ഇന്റർവ്യൂല് ചേച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു വിഷ്ണു ചേട്ടൻ. ഞാൻ ഓക്കെ ഓക്കെ. ഞാൻ വാക്ക് പറഞ്ഞ അങ്ങനെ കറക്റ്റായിട്ട് പാലിക്കുമല്ലോ. ഞാൻ 1-ാം തീയതി അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നേരത്തെ വിളിക്കാൻ. ശരി, നടക്കട്ടെ എന്തായാലും. ഓക്കെ. അപ്പൊ ശരി, എനിക്ക് 500 രൂപ ഗൂഗിൾ പേ. ഇതാണോ നമ്പർ? ഇത് തന്നെ ഗൂഗിൾ പേ നമ്പർ. ശരി ശരി. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ, മതിയല്ലോ. മതി മതി. അപ്പൊ എല്ലാവരെയും ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കണം, ഉത്തരം പറയണം, എന്താണെങ്കിലും പറയണം. ഇനി പൈസ വിളിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്ന ടാസ്ക് ഇല്ല, അത് ഞാൻ വാക്ക് തരുന്നു. അടുത്തതായിട്ടുള്ള എൻ്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദാനശീലൻ. അതൊന്നും കൂടി ഈ ദാനം ഒന്ന് മാറ്റിയിട്ട് വേറൊരു വീട് ഇടുവോ? ദാനത്തിന്റെ വേറെ വാക്ക് പറയടാ. അതെന്നെ അർത്ഥം തന്നെയാ. ദയാശീലൻ എന്താ? ദയല്ല, ത്യജിക്കുന്നവനാണോ? തായിലാണ് തുടങ്ങുന്നത്, പക്ഷെ ത്യാഗി. യെസ്. ത്യാഗി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന. പിന്നെ ഇതിനൊക്കെ ഓരോ ഇതിലും ഓരോ അർത്ഥമായിരിക്കും. അല്ലല്ല എല്ലായിടത്തും. അപ്പൊ ഞാൻ അടുത്ത ടാസ്ക് അപ്പൊ അടുത്ത ടാസ്ക്, അടുത്തിരിക്കുന്ന ആളോട് ഇതുവരെ ചോദിക്കാത്ത ഒരു കാര്യം ചോദിക്കാം. സുഖല്ലേ? ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, സീരിയസ് ആയിട്ട് ചോദിക്കാം. സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? എന്താ കല്യാണം കഴിക്കാത്ത? ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. എല്ലാരും ചോദിക്കണതാണ്. നിഖിലോടും ചോദിക്കുന്നത് എന്താ കല്യാണം കഴിക്കാത്ത? സൗകര്യമില്ല എനിക്ക്. ബോയ്ഫ്രണ്ട് സുഖമാണോ? ബോയ് ഫ്രണ്ടിന് സുഖമായിരിക്കണം. ഇനി വിഷ്ണുട്ടോട് ചോദിക്കും നിങ്ങള്. വിഷ്ണുട്ട് എന്താ വൈകിയ കല്യാണം കഴിക്കാൻ? അല്ല, കല്യാണം അല്ലല്ലോ വിഷയം, എന്ത് ചോദിക്കാനോ നമുക്ക്. വിഷ്ണുട്ടാ വൈകിയ കല്യാണം കഴിക്കാൻ? വൈകിയില്ലല്ലോ, ഞാൻ 30 കെട്ടിയില്ലോ. എന്തേ അനുസരിച്ച് നീ ചോദിക്കണ്ടോ? വിഷ്ണുവിന്റെ അടുത്ത് എന്താ ചോദിക്കുക? എല്ലാം ചോദിക്കുമായിരിക്കും മിക്കവാറും. എന്താ നിങ്ങളുടെ അടുത്ത്? ഇതുവരെ അപ്പൊ എല്ലാം നിങ്ങൾ ചോദിച്ചു, ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അത് കഴിച്ചില്ല. ഇങ്ങനത്തെ ആയിരിക്കും ചിലപ്പോ ചോദിക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എന്തെങ്കിലും ചോദിക്കാൻ? ഇല്ല, മൂപ്പര് ഉത്തരം പറഞ്ഞില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന്റെ തലേ ദിവസം ഏതാണ്? ഞാൻ പറയട്ടെ. ഉത്രാടം. ഉത്രാടം. അത് ഞാൻ പറയാൻ വന്നതല്ലേ. അതിന് അറിയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞില്ല. എന്നാലും ആത്മാർത്ഥമായിട്ട് പറയാൻ അറിയായിരുന്നു? എനിക്കറിയാലോ. പിന്നെ സത്യമായിട്ടും ഉത്രാടപ്പാച്ചിൽ. ഞാനിപ്പോ കഴിഞ്ഞിട്ടുള്ള ദിവസം ചോദിക്കും. ഞാൻ മറ്റേ ഏതാ? അല്ല, അത് പറയാൻ ചോദിക്കാൻ പറഞ്ഞത്. അന്ന് തിരുവോണം കഴിഞ്ഞ ദിവസം തിരുവോണം കഴിഞ്ഞിട്ടുള്ള പബ്ലിക് ഹോളിഡേ പറഞ്ഞു. ഞങ്ങൾ കലണ്ടർ നോക്കിയിരിക്കല്ല, ഞാൻ പ്രൊമോഷന് വേണ്ടി എല്ലാം എഴുതി വെച്ചിരിക്കല്ലേ. ഉത്രാടം തിരുവോണം ആവട്ടോ. ഓക്കെ, അവിട്ടം പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞില്ല. ഉത്രാടത്തിൽ നിഖില. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല് മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ്? ഇന്ദ്രസേനന്റെ പത്നി. അയ്യോ, 500 അയച്ചു തന്നു കേട്ടോ. ആണല്ലേ? എല്ലാവർക്കും കിട്ടി 500. എനിക്ക് 501 കിട്ടി. ക്ലൂ ഉണ്ടോ? ക്ലൂ വാലാണ് തുടങ്ങുന്നത്. വി എന്നുള്ളതാണ് ലെറ്റർ. ഗൂഗിൾ ചെയ്ത് നോക്കുന്നു അതിന്റെ ഇടയ്ക്ക്. ഇല്ല, ഞാൻ ഗൂഗിൾ പേ വന്ന് നോക്കിയത്. ഞാൻ ചോദ്യം. വി കഴിഞ്ഞിട്ട് ഇന്ത്യ. വിന്ധ്യയോ? വിന്ധ്യവല്ലി. ചേട്ടാ, വിന്ധ്യാവലി എന്നാണ് മഹാബലിയുടെ പത്നിയുടെ പേര്. വിന്ധ്യാവലി. വിന്ധ്യവലി. വല്ലി വല്ലി. വിന്ധ്യാവലി. VALLI. വിന്ധ്യാവലി. അപ്പൊ ഞാൻ ആദ്യമായിട്ടോ ആ പേര് കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടാസ്ക് എടുത്തിട്ടുണ്ട്. എ ഡേ ഇൻ മൈ ലൈഫ് പറയണം. രാവിലെ എണീക്കും, പല്ലിയൊക്കെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയണം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഷൂട്ടുള്ള ദിവസമാണോ അല്ലാത്ത ദിവസമാണോ എന്നാണ് പറയുന്നത്. അതൊക്കെ അറിയുള്ളൂ. ഇവളാണ് ഷൂട്ടുള്ള ദിവസം അല്ലാത്ത ദിവസമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഇടണത്. ഓരോ 3 പേർക്കും 3 ഇത് കൊടുക്കും. ഷൂട്ടുള്ളപ്പോ നിങ്ങളുടെ എങ്ങനെ, വീട്ടിലുള്ളപ്പോ എങ്ങനെ, ഇല്ലാത്തപ്പോ എങ്ങനെ. രാവിലെ എഴുന്നേക്കും, പല്ലിയൊക്കെ ചായ കുടിക്കും. ഷൂട്ട് ഇല്ലാത്തപ്പോ രാവിലെ എഴുന്നേക്കും, പല്ലിയൊക്കെ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എഴുന്നേക്കും, പല്ലൊക്കെ കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. കുറച്ച് സമയം യൂട്യൂബിൽ സമയം ചെലവഴിക്കാറുണ്ട്. രാത്രി ആകുമ്പോൾ ഉറങ്ങും. അപ്പൊ വർക്കൗട്ട് ചെയ്യാൻ പോവാറില്ലേ? അത് ഇപ്പോഴൊന്നും പോകാറില്ല, കുറച്ച് ദിവസം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അപ്പൊ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. ഇത്രയും നേരം ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടാണ് കൊളാബ് ഇട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ എത്ര സമയം? കൊളാബിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഡേറ്റ് അറിയാൻ പാടില്ലാത്തുള്ളൂ. ഓക്കെ, ഇനി അനുജേച്ചിന്റെ ഡേ ഇൻ മൈ ലൈഫ്. വീട്ടിലുള്ളപ്പോഴാണോ? അത് ഇഷ്ടം പോലെയാണ്. ഷൂട്ടുള്ളപ്പോഴോ അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോഴോ എന്താന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ. പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം
അവിടുത്തെ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീടിനെ പറ്റി ആലോചിക്കും എന്തായോ എന്തോ. ഇല്ല, പുതിയ വീട്ടിലാണെങ്കിലും കൊച്ചിയിലായതുകൊണ്ട് കൊച്ചി ബേസിക്കലി വർക്ക് ഉള്ളപ്പോഴേ വരാറുള്ളൂ. കാരണം എന്റെ പേരൻസ് ഒക്കെ നാട്ടിലാ. അപ്പൊ അവിടെ തന്നെയാണോ? നാട്ടിലായിരിക്കും. വർക്ക് ഉള്ളപ്പോൾ മാത്രം ഇങ്ങോട്ടേക്ക് വരും. വർക്ക് ഉള്ളപ്പോൾ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ രാവിലെ എണീക്കും, ഫ്രഷ് ആവുക. 6 മണിക്കാണ് വണ്ടി വിടുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എണീറ്റ് 6 മണിയാകുമ്പോഴത്തേന് വണ്ടി കയറി ലൊക്കേഷനിലേക്ക് പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഷൂട്ടിലോട്ട് കിടക്കും. ഇതാണ് പരിപാടി. ഞാൻ ചേട്ടന്റെ ഡേ ഇൻ മൈ ലൈഫ്. ലൈഫ് ഇത് ഷൂട്ടാണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അന്ന് ഷൂട്ട് വേണ്ട, വീട്ടിലുള്ള സമയത്ത് വിത്ത് ഫാമിലി. വീട്ടിലാണെങ്കിൽ ഇതേപോലെ രാവിലെ ഒരു 7 എഴുന്നേക്കണം, എന്തായാലും ചെറുക്കനെ റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞേക്കാനാ. സ്കൂളിൽ പറഞ്ഞയക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഏതെങ്കിലും സിനിമ കാണുമായിരിക്കും ചിലപ്പോൾ. 7 മണിക്കാ? അല്ലല്ല, രാവിലെ ആ പകൽ ടൈമില്ല. അവനില്ലെങ്കിൽ TV ഓൺ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവന്റെ സാധനങ്ങളാണ് ഫുൾ പ്ലേ ആവുക. ഓക്കെ. അപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് ഒരു സിനിമ കാണാൻ പറ്റുന്ന സമയം അവൻ സ്കൂളിൽ പോകുമ്പോഴാണ്. അപ്പം ചിലപ്പോൾ എല്ലാ ദിവസവും അല്ല, ചിലപ്പോൾ അത് കാണുമായിരിക്കും. പിന്നെ തന്നെ ചോറ് കഴിക്കും. വൈകുന്നേരം ഫ്രണ്ട്സ് വല്ലതും വരികയാണെങ്കിൽ ശരിക്കും ഒരു സിനിമ നടന്റെ നടിയുടെ ലൈഫ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല ഇവർ നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 11 മണിയാകുമ്പോൾ ജ്യൂസ് കഴിക്കുന്നു, കിടക്കാനൊക്കെ ഒരുപാട് ലേറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഉച്ചയാകുമ്പോൾ 1 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുന്നു, 4 മണിക്ക് ഗ്രീൻ ടീ കുടിക്കുന്നു. ഇതൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതൊക്കെ പുറത്തങ്ങനെ മലയാളത്തിലങ്ങനെ ഇതാവുമ്പോൾ ചായ വേണം ഞങ്ങൾ വെക്കണം, ചോറ് വേണം ഞങ്ങൾ. അല്ല, അത് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടില് കുക്കിംഗ് ഒക്കെ ഞങ്ങളൊക്കെ തന്നെ ആണ് ശരിക്കും? എന്തൊക്കെ ഉണ്ടാക്കാനോ? എല്ലാം ഉണ്ടാക്കും. അഡ്ജസ്റ്റ് ചെയ്ത് വിശപ്പ് മാറാനുള്ള പക്ഷെ നിഖിൽ അധികം മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചിരുന്ന നല്ലൊരു കാലം ഉണ്ടായിരുന്നില്ല, എപ്പോഴും ഡയറ്റ് ആയിരുന്നു. ഇപ്പൊ അതൊന്ന് മാറി. അതെ, എവിടെ പോയാലും കള്ളക്കപ്പ മാത്രം കുടിക്കും. അങ്ങനെയല്ല. ഞാൻ എന്നെ ഇവരൊക്കെ മില്ലറ്റ് ചേച്ചി എന്ന് വിളിക്കണേ അധികം ആൾക്കാർ. ഞാൻ മില്ലറ്റിലാണ് കളി മുഴുവൻ. മില്ലറ്റിന്റെ ഉപ്മാവ്, മില്ലറ്റിന്റെ കഞ്ഞി. അങ്ങനെ തന്നെയാണോ? മില്ലറ്റും കിൻവയൊക്കെയാണ് ഞാൻ ചോറിന് പകരം. എനിക്ക് ചോറ് വെക്കാൻ അത്രയും എളുപ്പമല്ല. ചോറ് വെക്കാനുള്ള ഏറ്റവും എളുപ്പം. എനിക്കത് വേവ് കുറച്ച് പണിയാണ്. ഞാൻ എന്റെ അമേരിക്കയിലുള്ള ചേച്ചിയോട്, അവളെ ഞാൻ വിളിക്കും, ഇന്ന അരിയുടെ വേവ് എത്രയാ. അവൾക്ക് രാത്രി 3 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ വിളിക്കുന്നത്. ഇന്ന അരിയുടെ വേവ് എത്രയാ, ഒരു പുഴുക്കരി എന്ന് പറഞ്ഞാൽ എന്താ, 2 പുഴുക്കരി എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് ചോറ് വെക്കൽ എനിക്ക് ഇത്തിരി പാടാ. അതുകൊണ്ട് ഞാൻ ഇതെന്തെങ്കിലുമൊക്കെയാണ് എപ്പോഴും. നിങ്ങൾ അടുത്തില്ലേ തോന്നുന്നു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും പന്ന പോലെ അടുത്ത് നിൽക്കുക കേട്ടോ. പന്ന പോലെ ഞങ്ങൾ ഈ സൈസിങ്ങിലുണ്ടല്ലോ. ദിലീപായിട്ട് ചോദിക്കാം അടുത്ത ഏത് സിനിമ ചെയ്യണേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബിജു മേനോനും മേതുൽ ദേവിക്കുള്ളൊരു പടം. അപ്പം ഞങ്ങൾ ഞാൻ അന്ന് 1/2 മണിക്കൂർ പൊട്ടനാ ഞാൻ ക്യാബിൻ ക്രൂന് പഠിക്കും എന്ത് വരുന്നില്ല. അതെ അതെ അതെ. നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കും. അതറിയില്ല നിങ്ങള്? പുള്ളിക്കാരത്തി അന്ന് സിനിമയിലെത്തിയില്ലെങ്കിൽ എവിടെ തന്നെ ഒരുപക്ഷെ എമിറേറ്റ്സ് വരുന്ന ഒരാളായേനെ. ഞാൻ ചായയിട്ട് വന്നേനെ നിങ്ങൾക്കൊക്കെ. ഞാൻ ചോദിച്ചു മാഡം ഒരു സെൽഫി. ഞാൻ ഈ ജോ ആൻഡ് ജോ കഴിഞ്ഞപ്പോൾ ചെറിയതായിട്ടൊരു ബ്രേക്ക് എടുത്തായിരുന്നേ. അതായത് ഒരു വേറെ പടം ആ സമയത്തേക്ക് വരുന്നൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല. വെറുതെ കുറച്ച് ദിവസം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെറുതെ മമ്മൂക്കനെ കാണാൻ പോയപ്പം നമുക്ക് ചിന്തി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ബ്രേക്ക് എടുക്കുന്നു. അപ്പം മമ്മൂക്കനോട് എന്ത് തേങ്ങ ഉണ്ടാക്കിയാണ് ഇത് ഞാൻ തന്നെ പിന്നെ കൃഷ്ണേട്ടൻ ഇത്രയും പ്രശംസിക്കാറില്ല. പാടിയെന്ന് എനിക്കറിയാം. പറ്റില്ല ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങോട്ട് പോയി.